അള്ളാഹ് ഹാസനായിക്കൂടല്ല, ഞാൻ അപ്പീരിപ്പീരില്ല. അങ്ങനത്തെ റസൂല ഇയാളോട് ചോദിക്കുന്ന, മോനെ അവ വേറെ എന്തെങ്കിലും വേണോ പറഞ്ഞോ, നിനക്ക് വേറൊന്നും വേണ്ട, തങ്ങൾ റഫീഖായി സ്വർഗത്തിൽ ജീവിക്കണം, ഈ പൂതിയെ എനക്കുള്ളൂ. ഇത് പറഞ്ഞപ്പോ ഇത് മറന്നോറേ നിങ്ങളോട്, അള്ളാന്റെ റസൂൽ മോനെ അതാ വേണ്ടതെങ്കിൽ അത് ഞാൻ വിചാരിച്ച മാത്രം നടക്കൂല. ഒരൊത്താശന്റെ മോൻ ചെയ്യണം. അതെന്താണത്? ബികസ്റത്തി സുജൂദ്, സുജൂദിന്റെ വർധനവ് കൊണ്ട്. ഇനിയൊരു നല്ല നിക്കരിക്കുന്നവരാൾ ജീവിച്ചാൽ എന്നാ റെഡിയാ. ഇനിയൊരു നിക്കരിക്കുന്നവനാൾ ജീവിച്ചാൽ മതി, എന്നാൽ എന്റെ റഫീഖ് തന്നെ സ്വർഗത്തിൽ. വേറെ എന്തെങ്കിലും ഉണ്ട് റസൂൽ അത് പറഞ്ഞ ഇതാ നിക്കാരത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ തടിയോടാദ്യം, പിന്നീട് നിങ്ങളോട് പ്രിയപ്പെട്ട മൂമിനീങ്ങളെ മൂമിനാത്തുകളെ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ. ഖുർആനിൽ കൈവച്ചുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ദായിമിയായി നമസ്കരിക്കുന്ന മൂമിനീങ്ങളാകുന്ന ആണുകൊണ്ടൊഴികെ അവർ നരകത്തിനൊഴിവാകും, അല്ലാഹു സ്വർഗാവകാശിയാക്കും. ഒന്ന്. രണ്ടാമത്തതെന്തേ? സ്വർഗാവകാശ ലക്ഷണം. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂമുൻ ലിസായിലി വൽ മഹറൂം. അവന്റെ സമ്പത്തിൽ ഒരു വിഹിതം ആർക്ക്? ലിസായിലി, ചോദിക്കുന്നവർക്ക്. അവിടെ നിർത്തിയിട്ടില്ല കേട്ടോ പടച്ചോയെ. വൽ മഹറൂം, മഹറൂമീങ്ങൾക്കും. ചോദ്യത്തിനത്തോടെ തടയപ്പെടുന്നവർ. ചില മനുഷ്യന്മാർ പട്ടിണിയാണെങ്കിലും ഞാൻ പട്ടിണിയാ, എന്തായാലും ഒന്നും വെച്ചിക്കില്ല എന്നാരോടും പറയില്ല. അങ്ങനെ ആ സുപ്പത്തിന്റെ ജീവിതം. റൗദന്റെ ഇങ്ങപ്പുറം ചെറിയ കോലായും സുപ്പത്തിന്റെ അഹലുകാർ അവിടെയായിരുന്നു ഇരിക്കാറ് പതിവ്. അവർക്ക് എന്തെങ്കിലും നേർച്ചകളോ ഹദിയകളോ റസൂലുള്ളാഹിക്ക് അതായിരുന്നു അവരുടെ ഭക്ഷണം. ഒരു മനുഷ്യന്മാർ ഒന്നും ചോദിക്കൂല, പട്ടിണി 3 കടന്നാലും. സുപ്പത്തിന്റെ ജീവിതം അതായിരുന്നു. അങ്ങനത്തെ മഹറൂമിങ്ങൾ ഖിയാം നാളുകളുണ്ട്. എത്ര വിഷമിച്ചാൽ ആരോടും ചോദിക്കൂല. അങ്ങനത്തെ മഹറൂമിങ്ങൾക്ക് നിങ്ങളെ സ്വത്തിന്റെ ഒരു വിഹിതം എത്തിക്കണം. ഇത് അള്ളാന്റെ ഖുർആനാണ്. ഈ സാഹചര്യം ഞാനും നിങ്ങളും ചിന്തിച്ച, നമ്മളോട് ചോദിക്കാണ്ട് ആർക്കും അങ്ങനത്തെ കൊടുക്കൽ നമ്മൾ ഉണ്ടോ? നിങ്ങളെ ചോദിക്കാണ്ടെന്നും കൊടുക്കൽ നമ്മൾ എന്തും കൊടുക്കലുണ്ടോ? ചോദിച്ചിട്ടില്ല. ഓനോട് ദേഷ്യ. റമദാനിക്ക് ഉച്ചക്കൊരു മൊയ്ലാർ, നോർക്ക് അയാൾക്ക് പൈസ കൊടുത്ത്, അസർക്ക് ഒരു മൊയ്ലാർ അയാൾക്കും പൈസ കൊടുത്ത്, തെറാബിയുടെ മുമ്പ് ഉറുതി പറഞ്ഞ മൊയ്ലാർക്ക് പൈസ കൊടുത്ത്, ഇങ്ങനെല്ലാം പൈസ നമ്മൾ കൊടുത്ത് നാട്ടിൽ ഈ ഒരു കുഞ്ഞോ തൊഴിലാറുണ്ട്. സംഗതി വിഷമാ, എങ്ങനെയല്ലോ കഴിഞ്ഞുവിടല. അപ്പം പോക്കർ അരുമക്ക് കുഞ്ഞോ തൊഴിലാർക്ക് എന്തെങ്കിലും ഒരു പിരിവെടുക്കണം. ഓർക്ക് പിരിയുമാണ് ആടെ കുത്തിരുന്നാ മയ്യോ, ഓർക്ക് കടച്ചു കൊടുക്കാനാ, മടിക്കലേക്ക് വന്നൂടെ? അത് ശരിയാ. അങ്ങനെ തലാട്ടല്ലേ അമ്മതെ, അത് ശരിയാണെന്ന് പറയും. അയാൾ പട്ടിന് 3 കടന്ന് എനക്കെന്താ വേണമെന്ന് പറയും. അല്ലായി പറയും, എന്റെ വിഷമം അള്ളാഹ്ക്ക് തിരിഞ്ഞാൽ മതി, മറ്റൊരു പടപ്പിന് ഞാൻ തിരിക്കൂല. അങ്ങനെ വിചാരിക്കുന്ന ഉള്ളിൽ പ്രയാസമുള്ളതല്ല മനുഷ്യന്മാർ ഏത് നാട്ടിലുണ്ടാവും. ഓർക്ക് നിങ്ങളുടെ സ്വത്തിന്റെ ഒരു വിഹിതം എത്തണം. ഇതൊന്ന് ചിന്തിക്കണേ. വിവാഹ ധനസഹായം അത് കിട്ടണമെങ്കിൽ ഒരുപാട് കള്ളാസുവെല്ലാം വാങ്ങി അതെല്ലാം പൂരിപ്പിച്ച് അർജിയെല്ലാം കൊടുക്കണം. ഒരുപാട് സമൂഹ വിവാഹം, അതിലൊരു ഉമ്മാമാന്റെ മോള് പെടണമെങ്കിൽ അതിൻ്റെ ആൾക്കാരെ കാണണോ, അതിന് അരജി കൊടുക്കണോ, അവരെ ചിന്തിക്കാൻ വേണ്ടി വന്നാലും മറുപടി പറയുന്നതെല്ലാം പണിനാലായിരം പൈസ ഇട്ടു. ഒരു ഉമ്മണ്ട് മര്യാദ എൻ്റെ ചോട്ടിൽ അവർ പാർക്കുന്നത്. 3 മക്കളുണ്ട്. ഒന്നിന് 22 വയസ്സായി, ഒന്നിന് 17 വയസ്സായി, ഒന്നിന് 14 കഴിഞ്ഞിക്ക്. അപ്പൊ മൂത്തോടെ വായിക്കണ്ടേ? വടേറെ വിവാഹ ധനസഹായം ഉണ്ട്, മറ്റേ പയ്യോളി സമൂഹ വിവാഹമുണ്ട്, എല്ലാം ഉണ്ട്. ഈ ഉമ്മാമാന്റെ മോളകാര്യം ആരും ചിന്തിച്ചിട്ടില്ല. അല്ല പറയുന്ന മക്കളെ ഹക്കും മഹറൂമിന്റെ സായിരികൾ മഹറൂം, ഇന്റെ സ്വത്തിന്റെ വിധം മഹറൂമിങ്ങൾക്കെത്തണം. സ്വർഗത്തിൽ പോകുന്നവന്റെ ലക്ഷണ. ഇനിയെങ്കിലും ശ്രദ്ധിച്ചോ കേട്ടോ, ഇനിയെങ്കിലും ശ്രദ്ധിച്ചോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഒരു സംഭവം, ഒരവസ്ഥ. ഞാൻ പള്ളിയാട്ടൊന്ന് ഓതുക. വില്യാപ്പള്ളി കൂടെ നടക്കുമ്പോ കുഞ്ഞുമൂസാദി അള്ളാഹു ഒരു കീറിയ ഉപ്പായ ഘട്ടന്മാരെല്ലാം കാടുക്കുന്നില്ല. അപ്പോഴൊക്കെ എന്റെ പണിക്കാരാ. എനിക്കൊരു കുപ്പായ കൊണ്ട് കൊടുത്താ നല്ലേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും സൂചിപ്പിച്ചിട്ടില്ല, എന്നെപ്പറ്റി ആരും അയാളോട് പറഞ്ഞിട്ടുമില്ല. യോധം വന്ന് ഇബ്രാഹിം ചെറിയ എനിക്ക് വിഷമാണ്. കണ്ട് പ്രയാസം കണ്ടപ്പോ
ഇങ്ങനത്തെ അനുഭവങ്ങളുടെ മനുഷ്യന്മാർക്ക് ദുനിയാവിൽ അത്യാവശ്യമൊക്കെ ഉണ്ടെന്നല്ലാതെ നമ്മളൊക്കെ അതിൽ മെമ്പർമാരായിരിക്കണം, ആവാൻ വേണ്ടി ശ്രമിക്കണം. ഹക്കും മഅലൂം ലിസായിരി വൽ മഹറൂം. ചോദിക്കുന്ന ഓരോ കാര്യം പ്രശ്നമല്ലല്ലോ, ഓരോ കാര്യം ഒരു കഴിച്ചലാകും. ചില ഉമ്മാമാരുടെ ദുആ കേട്ടാൽ തന്നെ ഒരുത്തേപ്പിയാണ് 2 ഉറുപ്യ കിട്ടി, മറ്റത്തെ പേര് ഉറുപ്യ കിട്ടി. ഗൾഫുകാർക്ക് എന്താ അവർക്ക് 500 വെച്ചാൽ ഗൾഫിന്റെ 50 ഉറുപ്യ ഉണ്ട്, 500 ആകുമായി. ഈ ഉമ്മാമാക്ക് വേഗം 500 ഉറുപ്യ നോടുതാ നോക്കി ഉമ്മാമ കൊടുത്ത്. എന്തായാലും ഉമ്മാമത് വേർക്കത് അൽഹംദുലില്ലാ മനെ, എനിക്ക് തരുവാനും എനിക്ക് വാങ്ങുവാനും അല്ല എന്നും ആവതാക്കട്ടെ. എന്ത് ദുആയ ഉമ്മാമ ഇത്, എന്നെല്ലാ കാലത്തും ഇങ്ങനെ ആക്കട്ടെ എന്നല്ല എന്റെ മേല. എനിക്ക് തരുവാനും എനിക്ക് വാങ്ങുവാനും അല്ല എന്നും ആവതാക്കട്ടെ, എന്നെല്ലാ കാലവും കൈകാട്ടുന്ന കോലത്തിലാക്കട്ടെ. അങ്ങനെ ദുആക്കല്ലേ ഉമ്മാമ കേട്ടോ. ഈ ആദിക്കുന്ന സ്വഭാവം നീ കിട്ടാൻ വേണ്ടി ദുആക്ക്. ഏതായാലും പടച്ചോ പറഞ്ഞത് ഹക്കും മഅലൂം ലിസായിരി വൽ മഹറൂം. സ്വർഗത്തിൽ പോകുന്ന ലക്ഷണം മഹറൂമിങ്ങൾക്ക് എത്തണം. ഏത് നാട്ടിലുണ്ടാവും ഉള്ളു വിഷമുള്ളവർ. വിഷമം ആർക്കും കൈക്ക് നല്ല റാഡോ വാച്ചുണ്ടാവും, നല്ല ബാറ്റാ ചെരുപ്പായിരിക്കും. പൊരേന്റെ ഗേറ്റാണെങ്കിൽ ഭയങ്കര ഗേറ്റൊക്കെ ആയിരിക്കും. പക്ഷെ മുമ്പ് ഒരു വലിയ പൈസക്കാരാ, ഇപ്പം നന്ന സാധുക്കളാ. പക്ഷെ ഒരേടെയും പോലെ സക്കാത്തിനൊന്നും അങ്ങനത്തെ ആളുണ്ടാവും കേട്ടോ. അള്ളാഹു പറയും സ്വർഗാവകാശം രണ്ടാമത്തെ ലക്ഷണം വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂമുൻ ലിസായിരി വൽ മഹറൂം. അവന്റെ സ്വത്തിന്റെ ഒരു വിഹിതം ചോദിക്കുന്നവർക്ക് മഹറൂമികൾ. ഇതെത്തണേ. 2. മൂന്നാമത്തെ സംഗതി വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. കൂലി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്, പരലോക ദിവസം. അതുകൊണ്ട് മനസ്സിൽ നന്നായിട്ട് ഉറപ്പുണ്ടാകണം. സ്വർഗത്തിൽ പോകുന്നവന്റെ ലക്ഷണ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ആ യൗമുദ്ദീനെ സംബന്ധിച്ച് ശരിക്കൊരുള്ളിൽ ഒരു തസ്ദീഖ് ഉണ്ടോ ഇല്ലേ എന്ന് ഒരാത്മ പരിശോധന ഞാനും നിങ്ങളും നടത്തേണ്ടതാണ് കേട്ടോ. ഈ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്തേതാ? അവസാനം റസൂൽ വഫാത്താകുന്നതിന്റെ കുറച്ച് മുമ്പ് ഇറങ്ങിയ ആയത്ത് എന്താ? നിങ്ങള് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ജനങ്ങളെ നിങ്ങളെല്ലാം സൂക്ഷിക്കണം. യൗമൻ ഒരു ദിവസം, ഒരു ദിവസത്തിന്, തുർജഊന നിങ്ങളെ എല്ലാവരെയും മടക്കപ്പെടും, ഫീഹി ആ ദിവസത്തിൽ, ഇലല്ലാഹ് അല്ലാഹനെ കൊള്ള മടക്കപ്പെടും. അങ്ങനത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ലൈസ ബൈനക വബൈനല്ലാഹി തുർജമാൻ. നിന്റെയും റബ്ബിന്റെയും ഇടയിൽ ഒരു പരിഭാഷപ്പെടുത്തുന്ന ആൾ നേരിട്ട് അല്ലാഹ് ചോദ്യം ചെയ്യുന്ന ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാവും. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസീറ അൻ അർബഈൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മഹ്ശറിൽ നിന്നാൽ ഒരു കാൽ അങ്ങോട്ട് നീങ്ങൂല. ഹത്താ യുസീറ അൻ അർബഈൻ. 4 കാര്യം ചോദിച്ചല്ലാതെ. മോളെ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ചോദ്യം അൻ ഉംരിഹി ഫീമാ ഫിനാ. നിനക്ക് ഒരു 55 വയസ്സ് തന്നിട്ട് ഇനി എന്ത് കളിച്ചു? 55 വയസ്സിൽ എനിക്കൊരു 65 വയസ്സ് തന്നില്ലേ? 65 വയസ്സിൽ ഇനി എന്തൊക്കെ കളിച്ചു? മമാ ഇനി 78 വയസ്സ് എനിക്ക് 78 വയസ്സ് ദുന്യാവ് ഇനി എന്തൊക്കെ കളിച്ചു? എന്റെ ജീവിതകാലത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം ജിസ്മിഹി ഫീമാ ബിലാ. നിന്റെ ശരീരത്തിന് യുവത്വത്തിന് എന്തിനു ഉപയോഗപ്പെടുത്തി? മുത്തു യുവാക്കളെ, എന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ നിധികളെ നിങ്ങളും ചിന്തിക്കണേ. നിന്റെ യൗവന കാലം എന്തിനുപയോഗപ്പെടുത്തി? ആർക്കും ഉണ്ടാവൂല 16, 18, 20, 25 വയസ്സ് രക്തം മുന്നോട്ടാകുന്ന അവസരം എന്തിനുപയോഗപ്പെടുത്തി? അവിടെ ഹംസ ഇങ്ങോട്ട് വൈഞ്ഞെന്ത് ചെയ്തു? ഉഹദിൽ ഷഹീദ് ഹംസനോട് ഹംസത്തുൽ ഖറാർ പഠിച്ചവനെ, ഉഹദിൽ ഞാൻ ഇസ്ലാമിന്റെ വിജയത്തിലുണ്ട് ഇറങ്ങിയപ്പോ ഇതെല്ലാം എനിക്ക് കിട്ടിയ മുറിവാ. എന്റെ നെഞ്ഞ് ഉഹദിൽ കൊത്തി 2 കഷ്ണാക്കിക്ക് പഠിച്ചോന്. ഈ 2 സൈഡ് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് എന്റെ കരളെടുത്ത് ഹിന്ദെന്ന പെണ്ണ് ചവച്ച് തുപ്പീന്. അല്ലാ, ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാറിന് പറയാനുള്ളത്. അവിടെ ജാഫറ ഇങ്ങോട്ട് വാ, ഇതെന്ത് ചെയ്തു? പഠിച്ചവനെ 99 മുറിവുകളേറ്റിട്ട് എനിക്കൊരു നോൻപുണ്ടായിട്ട് ആ നോൻപ് വരെ ഞാനൊന്ന് മുറിക്കാതെ നോൻപോടുകൂടി പരലോകത്തിന് വന്നു അല്ലാ എന്ന് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിന്റെ ശരീരത്തിന് യുവത്വത്തിന് എന്തിനുപയോഗപ്പെടുത്തി? ഇന്നൊരു വലിയ ശതമാനം കള്ളിന്റെ അടിമയാണ്, ഒരു വലിയ ശതമാനം കഞ്ചാവിന്റെ അടിമയാണ്, ഒരു വലിയ ശതമാനം മയക്കുമരുന്നിന്റെ അടിമയാണ്.
പത്രമൊക്കെ വായിക്കും, എന്തോ ഒരു സങ്കടം. എത്രയോ കൊല്ലങ്ങളായിട്ട് വാഹനം മോഷ്ടിക്കൽ പതിവാക്കിയ 3 ആളെ പോലീസ് പിടികൂടി. പേര് നാസിർ, ജമാൽ, റഫീഖ്. ഓഹ്, എന്തൊരു സങ്കടപ്പെട്ടു. എന്താന്ന് ചെയ്യപ്പെടച്ചോര്, ആരോട് പറയാനാണ്? ദുബായിൽ നിന്ന് വരുന്നൊരു പ്ലെയിൻ അല്ല, ഇങ്ങനെ ഇറങ്ങുമ്പോ അതിനെന്തോ തകരാറ് പറ്റിയിട്ട് ആ പ്ലെയിന് കത്തിപ്പോയി. 150ഓളം ശരീരങ്ങൾ കരിഞ്ഞുപോയി. പഠിച്ചവനെ, വിദേശത്തൊക്കെ പോയ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളും മോമിനാത്തുകൾ, ഞങ്ങളെ മക്കളും എൻ്റെ സഹോദരിമാരെ ഭർത്താക്കന്മാരൊക്കെ ഗൾഫുണ്ട്. അന്നരക്കുള്ള ദുരിതത്തിൽ കാക്കണയല്ല. നാട് വിട്ടുപോയവരെ സന്തോഷ മുഖത്തോടെ വന്ന് കാണണയല്ല. പ്രിയപ്പെട്ടവരെ, ആ പ്ലെയിന് കത്തിയ സ്ഥലത്ത് ചെന്ന് ശവശരീരങ്ങളെയൊക്കെ ഒരു കോലത്തിൽ ഇതാണാണോ പെണ്ണാണോ ഒന്നും തിരിയാത്ത മട്ടിലായി. ആ വേവിലാതി കണ്ടിട്ട് പോയപ്പോൾ ആ മയ്യത്തിന്റെ ശരീരങ്ങളിലുള്ള സാധനങ്ങളൊക്കെ കവർന്നു ഒരാള്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ 1 ലക്ഷക്കണക്കിന് കാറും എടുത്തിട്ട് ഇങ്ങനെ ചുറ്റുകയാണ്. ഒരു വെറു സാധു ഓനെ പറ്റി ഒരു സംശയം തോന്നി. ഇവരെഴുന്ന ഇത്തിരി പേര് കാറൊക്കെ കിട്ടിയോ പഠിച്ചവരെ? അവസാനം റിപ്പോർട്ട് കിട്ടിയപ്പോ ഇവൻ ആ പ്ലെയിന് കത്തിയിറമ്പേൻ വിമാനത്ത് കയറ്റി പോയി. ആ കത്തിയ ശവശരീരങ്ങളെടുത്തുള്ള സൂട്ട് കേസിലും പെട്ടിയിലൊക്കെ ഉള്ള പൊന്നൊക്കെ കവർന്നെടുത്തതാ. പോലീസ് പിടിച്ചു. 25 കിലോ സ്വർണം. കുറെയൊക്കെ കിട്ടി. ബാക്കി എവിടെയാടാ വെച്ച് പറ? എന്റെ പുരയുടെ കോഴിക്കൂട്ട് കുഴിച്ചിട്ടുണ്ട് എന്നാവൻ പറഞ്ഞു. ആ പത്രം എന്റെ വശമുണ്ട് കേട്ടോ. അതൊരു കേളപ്പനല്ല, കണാറില്ല, ചന്ദ്രനല്ല, നമ്മളെപ്പെടുത്തൊരു നാസിർ. എന്ത് ചെയ്യാനാണ് പഠിച്ചോനെ? ആരോട് പറയാനാണ്? അള്ള ചോദിക്കുന്ന രണ്ടാമത്തെ ശരീരത്തിന്റെ യൗവന്യകാലം എന്തിനുപയോഗപ്പെടുത്തി? എന്റെ പ്രിയപ്പെട്ട മുത്തി യുവാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹറമിൽ വെച്ചുകൊണ്ട് നല്ലതായിരിക്കും. ദീനീ ബോധത്തോടുകൂടി നീങ്ങണേ. കള്ളിന്റെ പിന്നാലെ പോകല്ലേ, കഞ്ചാവിന്റെ പിന്നാലെ പോകല്ലേ. എത്രത്തോളമുള്ള കള്ളിന്റെ ഗൗരവം എന്നറിയുമോ നിങ്ങൾ? നിനക്കൊരു വലിയ രോഗം വന്നു, ഡോക്ടർ ചെയ്ത് സുഖമില്ല, ആര്യപതിഞ്ഞ് സുഖമില്ല, ഹോമിയോപ്പതി ചെയ്ത് സുഖമില്ല. അവസാനം ഏതോ ഒരു നാടൻ വൈദ്യനെ കണ്ടു. ഓൻ പറഞ്ഞ്, ഇങ്ങക്ക് ഈ പൂച്ചേന്റെ ഇറച്ചി കൊണ്ട് ഒരു ലേഹം ഉണ്ടാക്കൽ. ആ ലേഹം ഉണ്ടായിട്ട് കുറച്ച് കഴിക്ക, കുറച്ച് പെരട്ട്, എന്നാ ഈ ഭർത്താവ് മാറിപ്പോവും. എന്നാ കഴിക്കാവോ? കഴിക്കാ. നജീസ് കൊണ്ട് ചികിത്സിക്കാം. ഒരു ആദിലായ തബീബ് ഈ രോഗത്തിന് ഇതാണ് ചികിത്സ എന്ന് പറഞ്ഞാൽ കഴിക്കാം. എനിക്ക് കാലിൻ്റെ ഇവിടെ ഒരു പുകച്ചലുണ്ട്. പാറക്കോഴ ദർസില്ല. എന്ത് പുകച്ചലാന്ന് റഹ്മാനെ. CK രാമചന്ദ്രൻ ഡോക്ടറെ ചികിത്സ കുറെ ചെയ്തു, ഒരു ഗുണം കിട്ടിയില്ല. നല്ല ആര്യവൈദ്യം കുഞ്ഞിരാമ വൈദ്യരെ നോക്കി ചെയ്തു, ഗുണമില്ല. അവസാനം പനത്തിലക്കുറുപ്പിന്റെ അടുത്ത് അയാൾ പറഞ്ഞ്, മൂന്നാകത്തൈലൊന്നൊരു തൈലൻ, അത് നിലത്തലേന അരച്ചിട്ട് അതിന്റെ സത്വത്തിൽ ഉണ്ടാക്കുന്ന, നിങ്ങൾ നിസ്കരിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് ഇത് പറ്റും, അവൻ എഴുതിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. നിൽക്കലും കൈക്കളഞ്ഞ അവൻ നജീസ് കൊണ്ട് ചികിത്സിക്കാം, നജീസ് കൊണ്ട് ചികിത്സിക്കാം. പിന്നെ വേദന എപ്പം മാറിയെന്ന നിങ്ങൾ ഔലിയാക്കന്മാർ നാവിന്റെ ശക്തിയാ. അള്ളാഹുവിന്റെ പടപ്പിൽ ചില മനുഷ്യരുണ്ട് കേട്ടോ, അവർ സത്യം ചെയ്താൽ ആ സത്യം പോലെ അള്ളാഹ് ആയിക്കൊടുക്കും പോലെ പിഴപ്പിക്കൂല. ഇതാ മൊയിലാറ, നിങ്ങൾ ഇന്നൊരു മഴ പെയ്യാൻ വേർക്കണേ, മഴ ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് മഴ ഇന്ന് പെയ്യടോ, ഒന്നായി പെയ്യും, ഒന്നായി പെയ്യുന്നതിന് പെയ്തില്ലെങ്കിൽ സത്യത്ത് പേച്ച കഫാർത്ത് കൊണ്ടതാണ്. അപ്പൊ ഈ മനസ്സിന്റെ ഒന്നായി അള്ളാഹ് പെയ്യിപ്പിച്ചു കൊടുക്കും. അതാ അള്ളാഹിന്റെ അടിമകളിൽ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട ചില മനുഷ്യന്മാർ ഒരു സത്യം ചെയ്താൽ ആ സത്യത്തെ അള്ളാഹ് പേപ്പിക്കില്ല, അത് നടപ്പിൽ വരുത്തി കൊടുക്കുന്ന. അതിനുദാഹരണമാണ് ബഹുമാനപ്പെട്ട മടബൂർ CM വലിയുള്ളാഹി. മൂപ്പരെടുത്ത് പോയി. അന്ന് ഷെയ്ഖിന്റെ പണ്ടത്തെ ഒരു പൊരേല കുറെ മിറ്റത്ത് ഇങ്ങനെ ക്യൂ നിന്നു. അവസാനം എന്റെ മേലെ കയറി അരിയത്തെത്തി. എവിടെയാ? വില്യാപ്പള്ളി. പേരെന്താ? ഇബ്രാഹിം. എന്തിനാ വന്ന്? എനിക്കിവിടെ ഭയങ്കര പുകച്ചല്, ഞാൻ ഇനി പോകണ്ട, പോയിക്കോളൂ, ഇനി പോകാം. അന്നേരം അങ്ങ് മാറിപ്പോയിട്ടെ. പിന്നെ ഈ പുകച്ചല് ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. ആ ജാതി ചില മനുഷ്യന്മാർ
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മോമിനാത്തുകളെ, പ്രത്യേകം എൻ്റെ യുവതി യുവാക്കളെ, ദീനീബോധത്തോടുകൂടി ജീവിക്കണേ, ദീനീബോധത്തോടെ ജീവിക്കണേ. അല്ല എനിക്ക് നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരു രോഗം വന്ന് ഒരു ചികിത്സ കൊണ്ട് മാറിയില്ല. അവസാനം ഒരു വൈദ്യവൻ, നിങ്ങൾക്ക് നല്ല ഒറിജിനൽ കള്ള് കിട്ടും, നല്ല മുന്തിരി ഉണ്ടാക്കിയ കള്ള്, അത് 2 ടീസ്പൂൺ രാത്രി ഭക്ഷണത്തിൻ്റെ ശേഷം, 2 ടീസ്പൂൺ രാവിലെ, അത് കഴിച്ചാൽ ഒരു 10 ദിവസം കഴിക്കുമ്പോഴൊക്കെ എന്തായാലും മാറ്റം വരും. എന്നാ കഴിക്കാൻ പറ്റുമോ? അതിന്റെ ഫിഖിന്റെ മസാല എന്താ? കഴിക്കാൻ പറ്റുമോ? ബിൻഹാജി എന്ന കിതാബ് ഷാഫി മദ്ഹബിൽ സർവസമ്മതമായ കിതാബാണ്. ആ കിതാബിൽ പറയുന്നു, ലാ യജൂസുൽ മുദാവാത്ത് ബിഹാ, ലാ യജൂസുൽ മുദാവാത്ത് ബിഹാ, കള്ളുകൊണ്ട് ചികിത്സിക്കാൻ പറ്റൂല. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ലാ ശിഫാ ഫിൽ ഖംർ, കള്ളിൽ ഒരു രോഗത്തിന്റെയും ശിഫ അല്ലാഹു വെച്ചിട്ടില്ല. മാമിൻ ദായിൻ ഇല്ലാ വഅൻസലല്ലാഹു ദവാഅൻ അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. ഒരു രോഗത്തിന് അല്ലാഹു ലോകത്തിറക്കുമ്പോൾ അല്ലാഹു അതിന്റെ മരുന്നിനെയും ഇറക്കിയിട്ടുണ്ട്. ഈ രോഗത്തിന്റെ ചികിത്സ ഇന്ന മരുന്ന്, ആ മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. തിരിഞ്ഞവർക്ക് തിരും, തിരിയാത്തവർക്ക് തിരിയില്ല. രോഗത്തിനൊക്കെ മരുന്നുണ്ട് കേട്ടോ. എന്നാൽ കള്ളാകുന്ന സാധനം ഒരു രോഗത്തിനും മരുന്നായി അല്ലാഹു കണക്കാക്കിയല്ല. ശിഫാ ഫിൽ ഖംർ, കള്ളുകൊണ്ട് ചികിത്സിച്ചു വിടാന്ന ആ കള്ളല്ലേ മക്കളെ ഇന്ന് മുസ്ലിമീങ്ങൾ കുടിക്കുന്നത്. ആരോട് പറയാനാണ്? ചില കല്യാണത്തിന്റെ തലേ ദിവസമുള്ള ചില വീട്ടിൽ കള്ള് വരെ സപ്ലൈ ചെയ്യുന്നു, കള്ള് വരെ സപ്ലൈ ചെയ്യും. കല്യാണം 3-4 ദിവസം കഴിഞ്ഞ് ആ പ്ലാസ്റ്റിക്കിന്റെ ബസ്സിയെല്ലാം കൊണ്ടിട്ട സ്ഥലത്ത് നോക്കുമ്പോ കുറെ കുപ്പി. ഇതെന്താ അവിടെ തന്നെ കുപ്പി? ഇതൊക്കെ മദ്യത്തിന്റെ കുപ്പിയാ. അതും കൂടി വിളമ്പീനവിടാ. പഠിച്ചോനെ, മുസ്ലിം സമുദായത്തിന് നീ രക്ഷിക്കണേ അല്ലാ, അവർക്ക് സന്മനസ് നൽകണേ അല്ലാ, ഇസ്ലാമികമായ ബോധം നൽകണേ അല്ലാ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പരലോകമുള്ള ശരിക്കുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഏതൊരു മനുഷ്യനാണെങ്കിലും ലാ തസൂലു ഖദമ അബ്ദിൻ, മഹ്ശറയിൽ നിർത്തിയാൽ ഒരു കാലൊരടി അങ്ങോട്ട് നീങ്ങണം. 4 കാര്യം ചോദിക്കും. 1, നിന്റെ ജീവിതകാലം എന്തിനുപയോഗപ്പെടുത്തി? 2, നിന്റെ ശരീരത്തിന് യൗവന്യകാലം എന്തിനുപയോഗപ്പെടുത്തി മോനെ മോളെ? 3-ാമത്തെ ചോദ്യം എന്താണ്? വൻ അമലിഹി ഫീമ അലിമ, നിന്റെ വിവരത്തിനൊത്തുകൊണ്ട് നീ നടന്നോ? അല്ല മൊയ്ലാറായി, അല്ല മൊയ്ലാറല്ലേനോ, എനിക്ക് അറിഞ്ഞൂടേനോ അത്, ഇനി എന്താ പറയുക നടക്കാഞ്ഞ്? എല്ലാവരോടും ചോദിക്കട്ടോ. ഒരൊറ്റ കുട്ടിനെ അല്ലാഹു ഒഴിവാക്കും. മുർസലീങ്ങളായക്കപ്പെട്ട എല്ലാ ജനങ്ങളോടും ഞാൻ ചോദിക്കും. മുർസലീങ്ങളോടും ചോദിക്കും. ആരും ഈ ചോദ്യത്തെ ഒഴിവാവൂല കേട്ടോ. ഒരവസരം മദീനത്തെ പള്ളിയിൽ നിന്ന് ഇബ്നു മസ്ഊദ് തങ്ങളോട് റസൂൽ പറഞ്ഞു, ഇബ്നു മസ്ഊദ് അയാളുടെ ഒരു ഉറുദിയാ, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചായി. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഞാനെന്ത് ഖുർആൻ ഓതി പ്രസംഗിക്കാനാണ് നബിയെ? തങ്ങൾക്കല്ല ഖുർആൻ അടിക്കടിയായി ഇറങ്ങുന്നത്, തൂക്കിൽ വെടിവെക്കല. തങ്ങളോട് ഞാൻ ഖുർആൻ ഓതി പ്രസംഗിച്ചാൽ ആവട്ടെ. ഇബ്നു മസ്ഊദേ, ഇന്നി ഉഹിബ്ബൻ അസ്മഉ മിൻ ഗൈരി, മറ്റൊരാൾ വഅദ് പറഞ്ഞ് കേൾക്കാൻ എനിക്കിഷ്ടമാണ്, ഇനി പറയൂ. ഇതിലൊക്കെ മുസ്ലിയാക്കന്മാർക്ക് വരെ പാടുണ്ട് കേട്ടോ, മുസ്ലിയാക്കന്മാർക്ക് വരെ പാടുണ്ട്. ഇതിൽ ഇന്ന് ഗ്രൂപ്പ് നോക്കിയിട്ടാ. ഒരുത്തന്റെ ഗ്രൂപ്പിൽപ്പെട്ട മൊയ്ലാറ പ്രസംഗത്തിന് ആ ഗ്രൂപ്പുകാർ പോവും, അല്ലാത്തൊരു പോവൂല. അവിടെ ഒരു ബാധുണ്ടല്ലോ, നിങ്ങൾ വരുന്നോ? ഞാൻ വരുന്നില്ല. എന്താ? നമ്മളാളല്ലേ, മറ്റാളല്ലേ. മറ്റോ നമ്മൾ നോക്കല്ല പമ്പ. ഈ പറയുന്ന സംഗതി ഒരു ഇസ്ലാമികമായ സംഗതിയാണോ? ഖുർആനും ഹദീസുമാണോ? അത് ഹഖാണ്, അത് മാത്രം ചിന്തിച്ചാ പോരെ. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഇബ്നു മസ്ഊദ് ഉറുദു പറഞ്ഞ ഇബ്നു മസ്ഊദേ, തങ്ങൾക്ക് ഞാനെന്ത് ഖുർആൻ ഓതി വേദ പറയാനാ? തങ്ങളെ ഖൽബിലുള്ള ഖുർആൻ അടിക്കടിയായി ഇറങ്ങുന്നത്. ആയിക്കോട്ടെ ഇബ്നു മസ്ഊദേ, ഇന്നി ഉഹിബ്ബൻ അസ്മഉ മിൻ ഗൈരി, മറ്റൊരാൾ വേദ പറഞ്ഞ് കേൾക്കാൻ എനിക്ക് ഇഷ്ടാണല്ലോ, ഇനി പറ. അപ്പൊ ഇബ്നു മസ്ഊദ് ബേഗടിച്ച ഒരൊറ്റ കാറല്ലാവും. എന്താ കാറല്ലാവും? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജീനാ ബിക അലാ ഹൗലായി ശഹീദാ ഖാലല്ലാഹു അസ്സ വജൽ. ഇബ്നു മസ്ഊദിന്റെ ഉറുദിയാണ്. അതിന്റെ മാനെന്താ? ഫകൈഫ,
എന്തായിരിക്കും നബിയെ മഹശറിന്റെ സ്ഥിതി? ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോരു നബിന്റെ സമുദായത്തിനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ആ കൗമ പറയുന്ന വാക്കിനൊരു സാക്ഷി വേണ്ടേ? ആ സാക്ഷിയായി ആ കൗമിലേക്ക് അയച്ച് നബിയെ ഞാൻ പരലോകത്ത് കൊണ്ടുവരും. മൂസാ നബിന്റെ കൗമിനെ ചോദ്യം ചെയ്തു. അവര് പറയുന്ന മറുപടി എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നൊരു സാക്ഷി വേണ്ടേ? മൂസ നബി ഇങ്ങോട്ടോ ഇവര് പറഞ്ഞെങ്ങനെ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു കൊടുത്ത് അല്ലേ? അതിനൊരു സാക്ഷിയായ നബീനെ കൊണ്ടുവരും. ക്രിസ്ത്യാനികൾക്കൊരു വിഷയം ത്രീത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പ്രത്യേകം ഒന്നല്ല, ഈസയിൽ കൂടിയും മറിയമിൽ കൂടിയും ഒരവതരിക്കുന്ന ഒന്നായി ദൈവം പ്രത്യേകം ഒന്നല്ല, അതിൽ കൂടി അവതാരക വസ്തുവാണ്. ഇന്നുള്ള ക്രിസ്ത്യാനികൾക്കുമുണ്ട് ആ വിശ്വാസം. നാളെ മഹ്ശറാ ലോകത്ത് വെച്ചുകൊണ്ട് യാ ഈസ, ഖുർആനായത് കേട്ടോ, മുത്തുനബി എന്നൊന്നുമല്ല. യാ ഈസ ഇങ്ങോട്ട് വാ, ഈസ ഇങ്ങോട്ട് വാ. ഇനി ജനങ്ങളോട് പറഞ്ഞോ ദുന്യാവെന്ന്, ഇത്തഖ്ദൂനി വ ഉമ്മിയ ഇലാഹൈൻ, എന്നെ ഉമ്മാനെയും കൂടി ഇലാഹ് ഇനി പറഞ്ഞോ എന്ന് ഈസ നബിയോട് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, മുസ്ലിയാക്കന്മാരെ, ഇമാം സാബി അവിടെ എഴുതുന്നു, ഈ ചോദ്യം കേട്ട് ഭയപ്പെട്ടിട്ട് രോമക്കുഴിയിൽ നിന്ന്, ഈസാ നബിന്റെ രോമക്കുഴിയിൽ നിന്ന് വെള്ളം വരുന്നു. ഒരു കിണ്ടിയിൽ നിന്ന് എങ്ങനെ നമ്മൾ വെള്ളം പാരുന്നു, അതുപോലെ രക്തം വരുന്നു ഈസ നബിന്റെ. പേടിച്ചിട്ട് എല്ലാവരോടും ചോദിക്കും കേട്ടോ. ഇബ്നു മസ്ഊദിന്റെ ഉറുദിയാനോ ജീനാബിക അലാ ഹൗലായി ഷഹീദാ, മുസ്തഫ നബിയെ ഓരോ നബിന്റെ ഖൗമിനെ ചോദ്യം ചെയ്തു, അവർക്ക് സാക്ഷിയായി അവരിലേക്ക് അയച്ച നബീനെ ചോദ്യം ചെയ്തു. അങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ നബിമാരെ സാക്ഷിന്റെ സ്ഥിതി എന്താണ്? ഓരോ നബിയും അവരുടെ സമുദായത്തിന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞോ, അതല്ല നിഷ്പക്ഷമായി തന്നെ പറഞ്ഞോ എന്നതൊരു മെയിൻ ഷാഹിദ് വേണ്ടേ? മുഹമ്മദ് നബി ഇങ്ങളെയും കൊണ്ടിരുന്ന ആളെ മഹ്ശറയിൽ ഈ നബിമാർക്ക് മെയിൻ ഷാഹിദായിട്ട് ഇത് പറയുമ്പോൾ, എൻ്റെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, യുവതി യുവാക്കളെ, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹസ്ബുക്കൽ ആൻ. ഇബ്നു മസ്ഊദ് നിർത്തുപോലെ, എന്റെ ഭാഗത്ത് മതിമോനെ, നിർത്തുമോനെ. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നു. റസൂൽ ചിന്തിക്കുന്നു, മഹ്ശറാ ലോകത്ത് ഈ അമ്പിയാക്കന്മാർക്ക് മെയിൻ ഷാഹിദായ എന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ എന്താകും അല്ലാഹ് എന്ന് ചിന്തിച്ചു. റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് വെള്ളം വരും. ചിന്തിച്ചു നോക്ക്, ഈ ദിവസത്തിന് പറ്റി മനുഷ്യൻ ആലോചിക്കണ്ടേ? വല്ല ആലോചനയും നമുക്കുണ്ടോ മക്കളെ? പ്രിയപ്പെട്ട സഹോദര, നീ ഒന്ന് ചിന്തിക്ക, സഹോദരി എന്ന് ചിന്തിക്ക. ആയത്തിറങ്ങിയപ്പോൾ അതിന്റെ മേലെ നബിയെ തങ്ങൾ ഈ പൊതുപ്രസംഗം പോരാട്ടോ, പള്ളിയിൽ നിന്ന് പകതു അറിയാം, ചെറിയ മുന്നിൽ സ്റ്റേജ് പ്രസംഗിക്ക് ഇപ്രസംഗം ഒന്നും പോരാട്ടോ. അവിടുത്തെ അടുത്ത് ബന്ധപ്പെടുന്ന കുടുംബങ്ങളോട് പരലോക ശിക്ഷയെ സംബന്ധിച്ച് ഒന്ന് ഭയപ്പെടുത്തണേ നബിയേ എന്നായത്തിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോകുന്നത് കരളിന്റെ കരളായ മുത്തുമോള് ഫാത്തിമാന്റെ അടുത്താണ്. ഇത് ബുഖാരിയുടെ റിവായത്താണ് മക്കളെ. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീബിയോട് പറയുന്നത്, ആ ഫാത്തിമ, എൻ്റെ പൊന്നുമോള് ഫാത്തിമ, സലീനി മിൻ മാലി മാ ശീതി, മോക്ക് മുതല് പോണോ ചോദിച്ചോളൂ, തന്നുകൊള്ളാം. എനിക്ക് തരാൻ പറ്റാത്തൊന്നുണ്ട് പെണ്ണേ, അതെന്താണെന്ന് ഫാത്തിമാവ് ചോദിക്കുമ്പോൾ, എന്റെ മോള് ഇവിടെ ജീവിക്കുമ്പോ നരകത്തിനെ തൊട്ട് തടീനെ സലാമത്താക്കണേ മോളെ. മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കുന്ന അവസ്ഥയിൽ കൂടി തന്നെ നീങ്ങണേ മോളെ. അതിനെഴുവന്ന് ഈവാനില്ലാതെ ചത്തുപോയാൽ എൻ്റെ ഉപ്പ റസൂലുള്ളാഹല്ലേ, എന്നെ കൂട്ടാണ്ടുപ്പ സ്വർഗത്തിൽ പോകൂല എന്ന് വിചാരിച്ചാൽ അത് പരപ്പെടൂല മോളെ. കാല റസൂലുള്ളാഹി, ഇതൊന്ന് ചിന്തിക്കണേ മുത്തുമോളെ. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയിട്ട് പോകുന്നത് റസൂലുള്ളാഹിയുടെ സ്നേഹനിധിയാകുന്ന മധുര 17കാരി എന്ന് പറയുന്ന ആ ചെറിയ പ്രായക്കാരിയാകുന്ന ആയിഷ ബീബിന്റെ ഹദറത്തിലേക്കാണ്. റസൂലുള്ളാഹിന്റെ സ്നേഹം നിറഞ്ഞ ഭാര്യയാണ്. ആ ഭാര്യനെ വിളിച്ചു പറഞ്ഞു, ആയിഷ ഇങ്ങോട്ട് പോവാ.
ഇങ്ങോട്ട് പാവണ്ണ എന്നോട് പറയട്ടെ, അങ്കുതി നഫ്സക്ക് മിന, ഇഞ്ഞന്റെ ഭാര്യയൊക്കെ തന്നെ നീ മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കണം. അതിനെതിര് വന്നു പോയാൽ എന്റെ മാപ്പിള റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ള കൂട്ടും എന്ന് വിചാരിച്ചാൽ നടക്കൂലവണ്ണേ. അങ്കുതി നഫ്സക്ക് മിനന്നാർ ഫൈനീല, അങ്കുതി അങ്കികൊന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ ഈ ദിവസത്തെ പറ്റി ഭയപ്പെടുത്തിയതാണ്. ഒന്ന് ചിന്തിക്കും മോനെ മോളെ, നമുക്കൊക്കെ ഈ ദിവസം വരാനിരിക്കുകയാണ്. അതാണ് ഖുർആൻ പറയുന്നു, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, കൂലി കൊടുക്കുന്ന ദിവസം കൊണ്ട് ശരിക്കുറപ്പും തസ്ദീഖും ഉണ്ടാകണം. സ്വർഗത്തിന്റെ രക്ഷനായി പറയും, ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഗ്മൂൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. സ്വർഗത്തിൽ പോകുന്ന ആണുപണ്ട മറ്റൊരു ലക്ഷണം റബ്ബിന്റെ അദാബിനത്തോട് ഭയങ്കര പേടിയാവും. നമുക്ക് ശിക്ഷ വന്നൂടോടിയല്ല, ഞങ്ങൾക്ക് എന്നെ ശിക്ഷിക്കപ്പെടുന്ന ആ പേടി ആരിക്കാണ്ട് നമുക്കുണ്ടോ മക്കളെ? ഇപ്പം നിനക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ആരിക്കപ്പം പേടിയുണ്ട്? അള്ളാന്റെ ശിക്ഷേനെ പേടി ആരിക്കാളുള്ളത്? മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർക്കും മഹദികൾക്കൊക്കെ വലിയ പേടിയാ. നിങ്ങൾക്കൊരു സംഭവം കേൾക്കണോ? ഒരവസരം റസൂലുള്ളാഹിന്റെ ഹദറത്തിന്റെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു പെണ്ണുങ്ങൾ വന്നു, ഒക്കെ കൃപ്പാ, എന്തേ ഈ പെണ്ണ് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഗർഭിണിയാണ്. ഭർത്താവിന്റെ ഗർഭമല്ല, ഭർത്താവ് എനിക്കുണ്ടെങ്കിലും ഇത് ഭർത്താവിന്റെ ഗർഭമല്ല നബിയേ. അതുകൊണ്ട് സിനാന്റെ ഹദ് എന്താണോ അല്ലാഹ് കണക്കാക്കി തങ്ങൾ വിധിക്കണം, അത് ഞാൻ ഇവിടുന്ന് സഹിച്ചോളാം. ആ സിനാക്കല്ല കണക്കാക്കി ഹദ് എന്താണോ തങ്ങൾ വിധിച്ചോ, ഞാനത് സഹിച്ചോളാം. എന്നാ പരലോകത്തെയാണൊന്ന് ഫ്രീ ആയി കിട്ടൂല്ലോ നബിയെ. അള്ളാഹിന്റെ റസൂൽ പെണ്ണെ ഇനി ഇപ്പൊ പറഞ്ഞാൽ നടക്കും, എനിക്ക് കെറുപ്പല്ലേ. ആ പള്ളയിലുള്ള കുഞ്ഞൻ എന്തറിയും? എല്ലാ തെളിവ് എടുത്തപ്പോ 100% സമ്മതിക്കാം, ഞാൻ സിന ചെയ്തോടെ എന്നെ അതിൻ്റെ കെറുപ്പാൻ നഞ്ഞി പോയിട്ട് പെറ്റിട്ട മോളെ. ആ പോക്കോക്ക് പോകാമായിരുന്നു. പെറ്റിട്ട് വന്ന് പെറ്റവാടി കുഞ്ഞിനെ എടുത്തു വന്നു, നബിയെ ത്വഹിർനി, എന്നെ ശുദ്ധിയാക്കി തന്നെ നബിയെ, ഞാൻ ഒരു സിന ചെയ്ത വേണ്ട. സിനാക്ക് അല്ലാഹ് കണക്കാക്ക ശിക്ഷ തങ്ങൾ വിധിച്ചോളൂ. ഖുർആൻ ശിക്ഷ എന്താ? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദാ. സിനാ ചെയ്ത ആണായാലും പെണ്ണായാലും ഒരു ഹലാലായ ഭർത്താവിന്റെ സുഖം അറിയാത്ത പെണ്ണാണെങ്കിൽ, ഒരു ഹലാലായ പെണ്ണിന്റെ സുഖം അറിയാത്ത ഭർത്താവാണെങ്കിൽ, അതായത് വിവാഹിതരല്ലെങ്കിൽ സിനാ ചെയ്തെന്ന് ഇസ്ലാമിന്റെ കോടതിക്ക് തെളിവ് കിട്ടിയാൽ ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത 100 അടി അടിക്കണം. 99 വരെ പരസ്യമായി അത് തിരടിച്ചാൽ പോലെ വലിയ സിനാ ചെയ്ത ആണയം ശിക്ഷിക്കുമ്പോൾ മൂമിനീങ്ങളാകുന്ന ജനങ്ങളെ ജനസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ചെയ്യണം. എങ്ങനെയാണ് പടച്ചോനെ കുഞ്ഞേച്ചാൻ അടിക്കോ, പടച്ചോനെ തലക്കും നെഞ്ഞിനിട എങ്ങനെയാണോ അടിക്കും? ഒരു കേതം തോന്നല്ല മോളെ മോനെ, സിനാ ചെയ്ത ആണ്യപ്പെണ്ണ് ഹദ്ദെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അറിവ് തോന്നുന്നത് റെഡിക്ക് നിർവഹിക്കണം. വിവാഹിതരല്ലാത്തവരെ ഹദ്ദിതാണ്. വിവാഹിതരാണെങ്കിലോ ഒരു ഹലാലായ ഭർത്താവിന്റെ സുഖം അറിഞ്ഞ ശേഷം ഒരു പെണ്ണ് പിന്നെ സിന ചെയ്യുകയാണെങ്കിൽ, ഒരു ഹലാലായ പെണ്ണിന്റെ സുഖം അറിഞ്ഞൊരു ഭർത്താവ് പിന്നെ സിന ചെയ്യുകയാണെങ്കിൽ അവരുടെ ശിക്ഷ എന്താണെന്നറിയുമോ? ഫർജുമോ മാഹത്തായ മൂത്ത, മരിക്കുന്നതെറിയണം. പരസ്യമായി നല്ല കാലെടുത്ത് ഇറങ്ങി കൊടുക്കുക, നെഞ്ഞിനും കാവ്യത്തിനും കാണിനൊക്കെ മരിക്കോള് വരിക, എണ്ണല്ല ജീവൻ പോള് വരും. ഇതാവോളെ ശിക്ഷ. ഇതാണ് മോളെ ഈ പെണ്ണ് പറയും, തഖിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധിയാക്കണേ നബിയെ, ഞാൻ സിനാ ചെയ്തു പോയി. അല്ലാഹുവിന്റെ റസൂൽ 100% അവളോട് ചോദിച്ചപ്പോൾ 100 മോള് സമ്മതിക്കുന്നു, ഞാൻ സിനാ ചെയ്തിട്ടുണ്ടായ ഗർഭമാണ്. മോളെ എനിക്ക് കെറുപ്പല്ലേ, ഇന്നെ കൊല്ലുമ്പോ പള്ളേലുള്ള പൈതല് മരിച്ചു പോവല്ലേ, നീ പെറ്റിച്ച മോളെ ഒക്കെ പോക്ക് പോകാൻ പെട്ടപാട് കുഞ്ഞിനെ എടുത്തു വന്നു. തഹിർനി, എന്നെ പഠിപ്പാക്കണേ നബി എന്ന പരലോകത്തെയാണെന്ന് ഫ്രീയായി കിട്ടുമല്ലോ, പരലോകത്തെ അതാ ഒഴിവായി കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ പെണ്ണേ മോളെ, പെറ്റപാടുള്ള കുഞ്ഞിന് ഉമ്മാന്റെ മുലപ്പാല ഏറ്റവും പറ്റുന്ന മരുന്ന്. അതിൻ്റെ അകത്ത് എല്ലാ വിറ്റാമിൻസും ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്ന എല്ലാ സംഗതിയും ഉൾക്കൊള്ളിച്ച ഒന്നാണ് ഉമ്മാന്റെ മുലപ്പാൽ. ഇനി മുലപ്പാൽ കൊടുത്ത കുഞ്ഞനെ പോറ്റുമോടെ. എന്തെങ്കിലും ഭക്ഷണം തിന്നാൻ അവസരം ഇനി വന്നാൽ ഇൻഷാ അല്ലാഹ് ഹദ് ഞാൻ വിധിച്ചോളാം. കുറച്ച് മാസം കഴിഞ്ഞ് ചെറിയ മക്കളെന്തും കൈ കൊടുത്താൽ പിടിക്കൂലേ? ഒരു 10 കഷ്ണം കൈ കൊടുത്ത കുഞ്ഞിനിങ്ങനെ മുറുക്കി പിടിച്ചീന്. ആ കുഞ്ഞുമോനെ എടുത്തുകൊണ്ട് ഈ പെണ്ണ് വന്നു, നബിയെ എന്റെ കുഞ്ഞൻ തിന്നുന്നൊക്കെ ഉണ്ട്, തങ്ങൾ ഹദ് കൊണ്ട് വിധിക്കണം.
എന്നെ വെടിപ്പാക്കണം, എന്നെ പരലോക ശിക്ഷ ഒന്ന് ഫ്രീയാക്കി തരണം. അല്ലാഹുവിന്റെ റസൂൽ ആ കുഞ്ഞിനെ മേടിച്ചു. അതിന്റെ സംരക്ഷണം മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന്റെ കഴുത്ത് വരെ ആഴമുള്ള ഒരു കുഴി കുഴിക്കാൻ കൽപ്പിക്കുന്നു. എന്തിനാ കുഴിയിൽ നിർത്തണോളാ? ഓള് മാപ്പിളുള്ള പെണ്ണല്ലേ, ഓളല്ലേ ദിനാച്ചത്. നല്ലോണം കല്ലുകൊണ്ട് ഏറി നെഞ്ഞിനും കണ്ണിനും തലോ പുറത്തുകൂടെ പായൂലേ, നമുക്ക് പായാൻ പറ്റരുത്. അവിടെ കുഴി കുഴിക്കണം. കുഴി കുഴിച്ച് ആ പെണ്ണിനെ അതിന്റെ തിറക്കി നിർത്തി. ശരീരത്തിലെ തുണികളെല്ലാം തന്നെ ഒട്ടാക റെഡിക്ക് വരിഞ്ഞു കെട്ടാൻ വേണ്ടി റസൂല് കൽപ്പിച്ചു. എന്തിനാ വരിഞ്ഞു കെട്ടുന്ന? നല്ല വേറെ കാലത്തിനും കണ്ട് പുറത്തുകൂടാതെ പിന്നെ ഒട്ടാകം മാതി പറിക്കുമ്പോൾ ഔറത്തൊക്കെ കാണൂലേ. എങ്ങനെ മാതി പറിച്ചാലും ഔറത്ത് വെളിവാകാതെ നിനക്ക് ശരീരത്തോട് വരിഞ്ഞു കെട്ടാൻ കൽപ്പിച്ചു. വരിഞ്ഞു കെട്ടിയതിന്റെ ശേഷം ഖാലിദ് ബിൻ വലീദ് തങ്ങളോട് ആ ഹജ്ജിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കൽപ്പിച്ചു. മക്കളെ, അതിന്റെ ശേഷം 100 കണക്കായ ഏടുകൾ ആ പെണ്ണിന്റെ ശരീരത്തിന് കിട്ടി കേട്ടോ. ആ പെണ്ണാ കുണ്ടിൽ മരിച്ചു വീണ് കേട്ടോ. മരിച്ചു എന്നുറപ്പായ ശേഷം ആ പെണ്ണിനെ കുണ്ടിൽ നിന്നെടുക്കാൻ റസൂലുള്ള കൽപ്പിച്ചു. മയ്യത്ത് കുളിപ്പിക്കാൻ കൽപ്പിച്ചു. കഫൻ ചെയ്യാൻ കൽപ്പിച്ചു. ആ മയ്യത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ റൂമിൽ നിസ്കരിക്കാൻ കൈകെട്ടാൻ നോക്കുമ്പോൾ ഇതെന്താ നബിയെ തങ്ങൾ? അതൊരു പുലിയാഴ്ച പെണ്ണല്ലേ, ഓക്കെങ്ങനെ തങ്ങൾ മയ്യത്തിക്കരിക്കും? ഇതെന്താ തങ്ങൾ ചെയ്യുന്നു? അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന്റെ തൗബ അത് 70 ദോഷികൾ കംസിച്ചു കൊടുത്താൽ 70 മതിയാകുന്നത്ര മാറ്റുള്ള തൗബ പെണ്ണ് ചെയ്തീനോ മറേ നമ്മൾ നമസ്കരിക്കണം. റസൂൽ നിസ്കരിച്ചു. എന്നിട്ട് ആ പെണ്ണിനെ ഖബറടക്കി. ചിന്തിക്കുമോടെ ഈ പെണ്ണിനെ പൊത്തിവെക്കാമായിരുന്നു, ആരോടും പറയാമായിരുന്നു. എന്നിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പെണ്ണ് പതന്തേ ആഖിറത്തിൽ ശിക്ഷ ഒന്ന് ഒഴിവായി കിട്ടുവളി. ദിനാക്ക് എന്താ അള്ള കണക്കാക്കി? അത് ഇവിടെ ഞാനങ്ങ് സഹിച്ചാൽ ആഖിറോ ഒന്ന് ഫ്രീ ആയി കിട്ടുവളി. മോളെ, ഖുർആൻ പറയുന്നു വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. റബ്ബിന്റെ അദാബിനെ ശരിക്ക് പേടി വേണം. സ്വർഗത്തിൽ പോകുന്ന ലക്ഷണം അതാണ്. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. റബ്ബിന്റെ അദാബിനെ സംബന്ധിച്ച് അമ്നി പറ്റാൻ ഞാൻ മൊയിലാറില്ല, എനക്കൊന്നും ഉണ്ടാവില്ല. ഒരു തങ്ങളല്ലേ, ഓർക്കൊന്നും ഉണ്ടാവില്ല. ഒരു നിക്കാലത്തെ അമ്പക്കളുടെ അജുമല്ലേ, ഓർക്കും അങ്ങനൊന്നും വിചാരിച്ചൂടാ. ആർക്കാണ് അല്ലാഹുവിന്റെ അദാബ് വരിക, ആർക്കാണ് വരാതിരിക്കുക, നമുക്ക് ഇന്നൊരു തീരുമാനം കിട്ടൂല. എനിക്ക് വരൂന്ന് തന്നെ വിചാരിക്കണം. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. സ്വർഗത്തിൽ പോകുന്ന ആളെ ലക്ഷണങ്ങളാണ് വിവരിക്കുന്നത്. ഓരോന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തടിയെപ്പറ്റി ചിന്തിക്കുന്നു, നിങ്ങളുടെ തടിയെപ്പറ്റി നിങ്ങളും ചിന്തിക്കണേ. അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും ഭയമുണ്ടാകാറുണ്ടോ ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കും. തെറ്റിൽ തന്നെയല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ട് കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളെ തൊട്ട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണേ. അള്ളാഹിന്റെ സ്വർഗം വേണോ? അതിന്റെ 6ാമത്തെ ലക്ഷണം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം. അവരുടെ ഫർജിനെ സൂക്ഷിക്കണം കേട്ടോ. ഒരു ഭർത്താവിന് അവന്റെ ഭാര്യ, ഒരു ഭാര്യക്ക് അവളുടെ ഭർത്താവ്, ഒരാണിന് അവന്റെ ഭാര്യ, ഒരു പെണ്ണിന് അവളെ ഭർത്താവ്. അതല്ലാതെ മറ്റൊന്നിലും അവരുടെ ശരീര വികാരം ഉപയോഗിച്ചുകൂടെ കേട്ടോ. അള്ളാഹിന്റെ ഖുർആനാണ്. ഈ സദസ്സിലുള്ള ആണുങ്ങളാകും നമ്മളും പെണ്ണുങ്ങളും ചിന്തിക്കണേ. എൻ്റെ ഫർജ് കൊണ്ട് അള്ളയും റസൂലും പൊരുത്തപ്പെടാതെ വല്ലതും ചെയ്തു പോയോ എന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ആലോചിക്കണേ. ആണേ പെണ്ണെ ചിന്തിക്കണേ. വല്ലാത്തൊരു സമാനായത് കേട്ടോ. ഇന്നാളൊരു സ്ഥലത്ത് ഭയതിന് സംഘാടകം പറഞ്ഞു, ഇന്നലെ നിങ്ങൾ നിൽക്കാറുമല്ലല്ലോ പറഞ്ഞ് ഇവിടെ പറയേണ്ടി ഒന്നല്ല ഉസ്താദ്, എന്തെന്നാ ഇവിടെ ദിനാനെ പറ്റിയാ പറഞ്ഞു. ഞാൻ ചോദിച്ചു ദിനുണ്ടോ ഇവിടെ? ദിനുണ്ടോന്നോ ഉസ്താദേ? ഇവിടെ ആരും പുരയിലും എല്ലാം അപ്പിടാറും വിദേശത്താ. ഓരോരോ പുരയിലും കാര്യം നോക്കാൻ ഒരുത്തരുണ്ട്. എല്ലാ കാര്യവും നോക്കാൻ ഞാക്കൊന്നും പറഞ്ഞെടുത്താൽ പാടെ തന്നെ ഉറങ്ങലും അല്ല. ഇഞ്ഞെല്ലാം കൂടി കളിച്ചു കളിച്ച ആൾ തകുത്തത്ത് ഇങ്ങനെ പഠിപ്പിക്കണ്ടാവുമ്പോ എന്നെ മൊയ്തീൻ ഏൽപ്പിച്ചല്ലേ നോക്കുവേ. അല്ല പോത്ത ഇന്ന മൊയ്തീൻ ഉള്ളിൽ നോക്കുവാനും ഏൽപ്പിച്ചിനോ, ഉള്ളിൽ ഉറങ്ങുവാനും ഏൽപ്പിച്ചിനോ? ഒന്ന് ചിന്തിച്ചു നോക്കടാ. വല്ലാത്തൊരു സമാനാണിത് കേട്ടോ. വ്യഭിചാരം വരുന്നതിന്റെ വാതിൽ വളരെ മുമ്പേ അടക്കണമെന്നാണ് ഖുർആന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും. നിങ്ങളെ വീടല്ലാത്ത മറ്റൊരു വീട്ടിന്റെ ഉള്ളിൽ ഒരു അന്യ പെണ്ണുള്ള പെട്ട് നിങ്ങൾ കടക്കരുത്. ഇസ്ലാമിന്റെ നിയമം നോക്കൂ.
10 വയസ്സായ മകനും പെറ്റ ഉമ്മയും ഒന്നിച്ചു കിടക്കരുത്, കഠിനമായ ഹറാമാണ്. പെറ്റ ഉമ്മയും സ്വന്തം മകനും, സ്വന്തം ബാപ്പയും സ്വന്തം മകളും ഒരു റൂമിൽ തനിക്കരുത്, കഠിനമായ ഹറാമാണ്. ആങ്ങളെയും പെങ്ങളും ഒരു റൂമിൽ തനിക്കരുത്, കഠിനമായ ഹറാമാണ്. ചിന്തിച്ചു നോക്ക്. അതൊക്കെ പറയാൻ മുമ്പ് ഉമ്മയും മോനും അല്ലേ ഉസ്താദ് എങ്ങളതിൽ പറയുന്നത്, ഉപ്പയും മോളും അല്ലേ എന്നൊക്കെ മുമ്പ് ഇന്നത് തോന്നണ്ടാലോ. ഇന്നാൾ ചന്ദ്രികയിൽ വന്നു, സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത പിതാവ് അറസ്റ്റിൽ. ഈ മോള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാ, യജമാ എന്നെ രക്ഷിക്കണോ, ഉമ്മ മരിച്ചേക്ക് ഞാൻ മാത്രമേ പറയലുള്ളൂ, ഉപ്പ എല്ലാ ദിവസവും എന്നെ നടക്കാറാണ്, എനിക്കാറ്റ കെറുപ്പാറ്റായി പോയിക്കുണ്ടെങ്കിൽ ഞാൻ റെയിലിൽ തലവെക്കണ്ടേ, അല്ലേ തൂങ്ങണ്ടേ, എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഉപ്പ, അതുകൊണ്ട് എന്നെ സലാമത്താക്കണം. ഉപ്പാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അനുഭവങ്ങളല്ലേ ഇത്? അതാണ് അള്ളാന്റെ റസൂല് പറയുന്നു, ഒരന്യ ആണും ഒരന്യ പെണ്ണും മാത്രമല്ല സ്വന്തം കുടുംബങ്ങളാണെങ്കിലും ആണും പെണ്ണും ഒന്നിച്ചുറങ്ങരുത്, ഒന്നിച്ച് താമസിക്കരുത്. ഏട്ടന്റെ പെണ്ണുങ്ങൾക്ക് ഭർത്ത, ഏട്ടൻ ഗൾഫിലാ, അനജൻ അമ്മായിനെ കൊണ്ടുപോയി ഡോക്ടർ ഇന്ന് ഒരു കുളിപ്പിക്കുള്ളൂ, ഒക്കെ നിങ്ങൾക്ക് രാവിലെ പോവും, ആയിക്കോട്ടെ സന്തോഷല്ലേ. എന്നാ ഡോക്ടറും ചിന്തിക്കണം, മറ്റുള്ളവരും ചിന്തിക്കണം. ഇനി ഇവിടെ എന്റെ ബന്ധം എന്താ, എന്റെ അമ്മായി ഏട്ടൻ്റെ ബന്ധം, ഞാൻ എൻ്റെ റൂമിൽ കിടക്കണം, ഇനി പുറത്ത് കിടക്കണം. പറയാൻ പ്രയാസമുണ്ടെങ്കിലും ഹക്ക് വെട്ടി തുറന്ന് പറഞ്ഞോളും, റസൂലിന്റെ കൽപ്പനയാണ്. ഇന്നതൊക്കെ മറികടന്നുള്ള ജീവിതമല്ലേ മക്കളെ, ഷെറൈന്റെ നിയമം. നിങ്ങൾക്കൊരു മസാല ഒക്കെ പെണ്ണുങ്ങളെ, എന്താ നല്ലൊരു മസാല, ഒരു അന്യ പെണ്ണിനോട് ഒരു അന്യ പുരുഷൻ സലാം ചൊല്ലിയാൽ മടക്കണോ മടക്കണ്ടേ? ഫത്വയിൽ വിവരിക്കുന്നു, ഒരന്യ പുരുഷൻ ഒരു മൊഞ്ചും ജമാലിയത്തുമുള്ള ഒരു പെണ്ണിനോട് അസ്സലാം അലൈക്കും സലാം ചൊല്ലിയാൽ സലാം മടക്കൽ ഹറാമ. ഒരു മസാല ഇന്ന് പഠിച്ചോടി. നിങ്ങൾ ഈ ജീവിതത്തിൽ വലൈക്കും സലാം ഹറാമാന്ന് നിങ്ങൾ കേട്ടിനോ മക്കളെ? ആ ഞാൻ റൂക്കാരൻ്റെ ഒരേ പോയി, അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അസ്സലാമു അലൈക്കും സബിയ, വലൈക്കും അസ്സലാം കുത്തിരിക്കേ ഉസ്താദ്. അങ്ങനെ പറയല്ലേ മോളെ, ദിനാ ചെയ്യലേ ഹറാമല്ലേ, കള്ളുടിക്കലേ ഹറാമല്ലേ, എനിക്ക് വലൈക്കും അസ്സലാം എന്ന് പറയലേ ഹറാമാണ് ഒരന്യ പുരുഷനോട്. ഇനി മാത്രം പറയലുള്ള അവസരം. 2 കൊല്ലം മുൻപ് എന്റെ കൂടെ ഹജ്ജിന് വന്നൊരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നയാൾ, ഓൾ ബാങ്കിൽ സെറിഞ്ഞ ആളെ വാക്ക കുത്തിരുന്നു. ഞാൻ ചോദിച്ചേ, നബീസ് ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുണ്ടാവുക? കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, മദ്രസ കഴിഞ്ഞ് സ്കൂളിൽ പോകും, ആണുങ്ങൾ ഗൾഫിലും അല്ലേ. ഞാൻ തുറന്നേ ഇഞ്ഞ് തുറന്ന്, എത്ര പേര് മൊയ്ലാതെ തങ്ങളാണെങ്കിലും ഇനി ഒറ്റക്കാമിഞ്ഞ് തുറക്കല്ല. ഇവിടെ മൊയ്താജില്ലേ? മൊയ്താജുമില്ല, ആരുമില്ല. ഇങ്ങനത്തെ കിരിസിപ്പം തുറക്കൂല, കിരിസിപ്പം തുറക്കൂല എന്നെ പറഞ്ഞ മോളെ, കുലിൽ ഹഖ വലൗ കാന മുറ, പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും ഹക്ക് തന്നെ പറഞ്ഞോളണം. അല്ലാഹുവിന്റെ റസൂലുള്ള പ്രത്യേകം ഇക്കാലം പ്രത്യേകിച്ച്. ആ ഇനി ഏതൊക്കെ ഒരു മൊയ്ലാറോ തങ്ങളെ അസ്സലാമു അലൈക്കും അസ്സലാം ഇരിക്കേ ഉസ്താദേ എന്ന് പറഞ്ഞ ഗിർസൻ ഇരുത്തിയാല് ഈ ഉസ്താദ് ഇനി ചിലത്തുകാരും മടേ കേട്ടോ. ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, 1, 2, 3 ഒന്നല്ല. ഈ വരുന്ന കക്ഷികൾ എല്ലാം ഒരുപോലെയല്ല, പല കോലത്തിലുണ്ടാകും ആളുകൾ. ആണ് പെണ്ണിന്റെ കോലത്തിൽ വരുന്നുണ്ട്, പെണ്ണ് ആണിന്റെ കോലത്തിൽ. ഞങ്ങളറിയാം. അങ്ങനെ ഒരു ബി വന്ന്, മോളെ ഞാൻ ഇന്നിവിടെ ഉറങ്ങുന്ന, ഞാൻ കാസർകോട്ട, എനിക്ക് ഒരു നിലക്ക് ഇന്ന് വടയിലെത്തിയാ പോവാനാ, ഭക്ഷണം നിനക്ക് മാണ്ടമളെ എന്നാ ഞാൻ പറയുമ്പോൾ അയാൾ തന്നെ നിങ്ങൾ ഈ ബീവിനൊക്കെ അടുത്തല്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഇവിടെ കിടന്നാൽ പറ്റൂല. അതെങ്ങനെയോ മുതലേ തന്നാനെ പോലത്തോട് വന്നാലും മോളെ ഇഞ്ഞി കിടത്തിന്ന് വെക്കുക, തായത്ത് എണ്ണ തലക്കാണിയെല്ലാം വെച്ച് കിടക്കുക, എൻ്റെ ബീബീനെ കിടത്തിന്ന് വെക്കുക. 2 മണി വരെ കൂറുകയുമ്പോൾ തുടങ്ങുന്ന 2 മണി കഴിഞ്ഞാല് ബി ആയിരിക്കുമല്ലേ കദീശ കേട്ടോ, ബി ആയിരിക്കും. ചിലപ്പോൾ ഇഞ്ചെടുത്ത് ത്വയ്പഹേ നിങ്ങളെ എൻ്റെ പോലെ കഴിഞ്ഞ റമദാനിക്ക് ഒരാള് അസ്സലാമു അലൈക്കും എന്നോട് മോട് പറഞ്ഞു, ഉപ്പ ഓ ഉമ്മളിയാളി തന്നെയല്ലേ അസ്സലാമു അലൈക്കും സലാമ അലൈക്കും. അപ്പൊ ഇക്കോലത്തിൽ നോമ്പിനെല്ലാം ഒരേ പോലെ പൈസ കിട്ടും എന്നുള്ള ചിന്തയാ. വരുന്ന കൂടുതൽ എല്ലാം ഉണ്ടാവും കേട്ടോ, ജാഹിലും ഉണ്ടാവും, മൂമിനും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. ആ അതുകൊണ്ട് ഖുർആന്റെ നിർദ്ദേശം കേട്ടോ, യാ അയ്യുഹല്ലദീന മുഅ്മിനീങ്ങളെ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, നിങ്ങളെ വീടല്ലാത്തൊരു വീട്ടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ചെന്ന് കടക്കരുത്.
ഫിഖിന്റെ മസ്അല ഫതുൽ മി നോക്കിയാൽ കാണാം വയഹറുമു അലൽ മുസ്തഹാത്തി റദ്ദു സലാമി അജ്നബി. കണ്ടാൽ ആശ വരുന്ന ഒരു സീനത്തുള്ള മുഞ്ചുള്ള പെണ്ണാണ്. ആടെ വേറെ അവരുടെ കുട്ടികളൊക്കെ സ്കൂൾ മത്സരമൊക്കെ പോയിന്, ഭർത്താവ് ഗൾഫിലാണ്, അല്ലെ ജോലിക്ക് പോയതാണ്, ആട് ഓട് മാത്രമേ ഉള്ളൂ. ഇനി സലാം മടക്കല്ല കേട്ടോ, ഇനി വാതിൽ തുറക്കല്ല കേട്ടോ. അഥവാ ഒരു ജാഹിലാ പെണ്ണ് തുറന്നാലും മൂൻ കയറല്ല കേട്ടോ. ദിനാ വരുന്നതിന്റെ എത്രയോ മുമ്പുള്ള വാതിൽ അടഞ്ഞോളണം. ദിനാ ചെയ്യരുതെന്നല്ല ഖുർആന്റെ കൽപ്പന. വലാ തഖ്റബു സിനാ, മുസ്ലിമീങ്ങളെ ആണേ പെണ്ണെ സിനായിലേക്ക് അടുത്തു പോകല്ല. ഖുർആൻ പറയുന്നു അള്ളാന്റെ സ്വർഗം വേണോ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം. ഒരു പെണ്ണുങ്ങൾക്ക് ഓളെ മാപ്പിള, ഒരാണുങ്ങൾക്ക് ഓളെ പെണ്ണുങ്ങൾ. ഈ സാസിൽ ആണും പെണ്ണും ചിന്തിക്കണം. ഇപ്പോൾ തന്നെ എന്റെ ഫർജ് കൊണ്ട് അള്ളയും റസൂലും പൊരുത്തപ്പെടാത്ത വല്ല സംഘം ജീവിതം ചെന്നുപോയോ വന്നുപോയോ എന്നൊന്ന് ചിന്തിക്കണേ. അഥവാ വന്നവർ സദസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ റഹ്മാനാ റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ല, പുറത്തു കൊടുക്കണേ അല്ല, ആണിനും പെണ്ണിനും പുറത്തു കൊടുക്കണേ അല്ല. മുത്തുമക്കളെ ഇനിയുള്ള ജീവിതം നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹിന്റെ ഖുർആനിൽ കൈവച്ചുകൊണ്ടാണ് ഈ പറയുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഇന്നത്തെ സ്ഥിതി വളരെ അബദ്ധത്തിലാണ് കേട്ടോ. ഓരോരോ സംഭവങ്ങളും പത്രത്തിൽ കാണുമ്പോൾ വല്ലാതെ വേദനിച്ചു പോവുകയല്ലേ, വല്ലാത്ത വേദന. കണ്ടോ, കാമുകളോടൊപ്പം പോകാൻ കോടതി അനുവദിച്ചു. പയ്യോടിയുള്ള ഒരു മുസ്ലിം പെണ്ണ് ഒരു ഹരിജൻ യുവാവിന്റെ കൂടെ പോയി. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് പയ്യോടി കോടതിയിൽ ഹാജരാക്കി. ഉപ്പയുണ്ട്, മോളെയും കൂട്ടണം. ഇതാരാ എൻ്റെ ഉപ്പ. എന്റെ ഭാവി പരിപാടി എന്താ? എനിക്ക് ചന്ദ്രോട്ടനെ വേണ്ടു എന്നാ. ഉപ്പ ഇങ്ങനെ ചന്ദ്രനോട് പോയി ഹരിജൻ യുവാവിന്റെ കൂടെ പത്രത്തിൽ എഴുതി. കണ്ടോ, സുലൈഖയുടെ ഭർത്താവ് ബഹ്റൈനിലാണ്. ഓൻ ബഹ്റൈനിൽ സമൂസ ചുടുക. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾക്ക് ചെലവിനൊക്കെ ഓൾ ആരെ കൂടെ പോയി? ഹരിജൻ യുവാവിന്റെ കൂടെ പോയി. പത്രത്തിൽ വരുന്ന ഓരോ റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ടവരെ. വിവാഹ ദിവസം വധുവിനെ കാണാതായി കോഴിക്കോട്. 20,000 രൂപയും 30 പവന്റെ ആഭരണങ്ങളും. അന്ന് നാളെ കല്യാണം കഴിക്കേണ്ട പെണ്ണിനെയും ഞായറാഴ്ച 12 മണിക്കാണ് കല്യാണം. ഞായറാഴ്ച സ്വബിയാകുമ്പോൾ ഇവളില്ല. അടുത്ത വീട്ടിലുള്ള മനോജിനെയും കാണാതായിട്ടുണ്ട്. ചന്ദ്രന്റെ റിപ്പോർട്ടാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, എവിടെ എത്തി മക്കളെ, എവിടെ എത്തി നമ്മളെ സ്ഥിതി. ഇത് കണ്ടോ, ഹിന്ദു മുസ്ലിം വിവാഹത്തിന് കോടതിയുടെ ആശീർവാദം. ഒരു ഉമർ എന്ന് പേരുള്ള ഒരു വ്യക്തി ചിരിത എന്ന ഒരു പെണ്ണിന് മാലയിടുകയാണ്. ഇവന്റെ കൂടെ ഇവിടെ പോയാൽ അവളെ കുടുംബങ്ങൾ കേസ് കൊടുത്തു. അപ്പൊ കോടതി അന്വേഷിച്ചപ്പോ രണ്ടാളെയും സമ്മതപ്രകാരമാണ്. രണ്ടാളെയും സമ്മതപ്രകാരം പരിശീലിക്കാൻ പറ്റൂല. അവൻ മാലയെടുത്തോടെയും കൂട്ടുകയാണ്. ഖുർആൻ പറയുന്ന മക്കളെ, നിങ്ങൾ മുശ്രിക്കത്തായ പെണ്ണിനെ കല്യാണം കഴിക്കരുത് കേട്ടോ. വലാമത്തും മോമിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ. നിങ്ങൾക്ക് ഒരു ഈമാനുള്ള അടിമവേല ചെയ്തുകൊണ്ട് ഇതിനെ പെണ്ണിനെ കിട്ടുമ്പോൾ മുസ്ലിം പെണ്ണിനെ, അതാണ് നിങ്ങൾക്ക് ഗുണം. നിങ്ങളൊരു മുസ്ലിം അല്ലാത്ത പെണ്ണിനെ കല്യാണം ചെയ്യല്ലേ, വല്ലാഹി വല്ലാഹി കല്യാണം ചെയ്യല്ലേ. പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, ഇന്ന് രജിസ്റ്റർ വിവാഹമുണ്ട്. വല്ലാഹി രജിസ്റ്റർ വിവാഹം നമ്മളെ ഇസ്ലാമിൽ വിവാഹമല്ല കേട്ടോ. കുടുംബ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഈ ഭാര്യ ഭർത്താവിന്റെ ബന്ധം ഇന്ത്യ രാജ്യത്തെ കോടതി ഒഴിവാക്കിയാൽ അതുകൊണ്ട് തലാക്കുമാകൂല കേട്ടോ. തലാക്കാവണമെങ്കിൽ ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി എന്ന് ഭർത്താവ് പറഞ്ഞെങ്കിലാണ് തലാക്കാകുന്നത് കേട്ടോ. നിക്കാഹ് ആവണമെങ്കിൽ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഹലൽതും ഫുറൂജഹുന്ന ബികിതാബില്ലാഹ്. പെണ്ണുങ്ങളെ ഫർജ് നിങ്ങൾ ഹലാലാക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനിൽ 2 ലഫ്ദുണ്ട്. ഒന്ന് അങ്കഹ, ഒന്ന് സവ്വജ. ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ നിക്കാഹാകൂ. രജിസ്റ്റർ വിവാഹം വിവാഹമല്ല കേട്ടോ, രജിസ്റ്റർ വിവാഹം വിവാഹമല്ല കേട്ടോ. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ സംഭവങ്ങളും കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് വീടിന്റെ നിയന്ത്രണം മുൻപുള്ള കാലത്തിനേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ വേണം കേട്ടോ. വിവാഹ പ്രായമത്തെ പെണ്ണുള്ള വീട്ടിൽ 6 ജോലിക്ക് വന്നാലും മുസ്ലിമാകട്ടെ അമുസ്ലിമാവട്ടെ, വിവാഹ പ്രായമെത്തിയ പെണ്ണ് അവരോട് കൊഞ്ചുന്നതും കളിക്കുന്നതും രസിക്കുന്നതും തമാശ പറയുന്നതും ഒക്കെ കാര്യകർത്താക്കന്മാർ നിയന്ത്രിക്കണേ, ഉമ്മയും ഉപ്പയും നിയന്ത്രിക്കണേ. ഈ പടുത്തുണ്ടാവുന്ന സംഭവം കേൾക്കണം നിങ്ങൾക്ക്. കാമുകളോടൊപ്പം
താമസിക്കുന്ന പെൺമക്കളെ വിട്ടുകിട്ടാൻ മാതാവ് പരാതി നൽകി. ചൊക്ലി കടുക്ക ബസാറിലെ കളത്തിൽ സുലീഹയാണ് തലശ്ശേരി DYSP സുബൈർ മുമ്പാകെ പരാതി സമർപ്പിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇരുവരുടെ മക്കളായ സെറീനയും ഷെൻഡയും മേനപ്പുറത്ത് ആശാരിപ്പണിക്കാരൻ സജീവന്റെയും പെയിന്റ് ജോലിക്കാരനാകുന്ന ബിജുവിന്റെയും കൂടെ നാട് വിട്ട് 1 മാസത്തെ അന്വേഷണത്തിന് ശേഷം മദ്രാസിൽ വെച്ച് ചൊക്ലി പോലീസ് പിടികൂടുകയും തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം സജീവനെയും ബിജുവിനെയും റിമാൻഡ് ചെയ്യുകയും പെൺകുട്ടികളെ തലശ്ശേരി അപരാ മന്ദിരത്തിലാക്കുകയും ചെയ്തു. റിമാൻഡ് കഴിഞ്ഞെത്തിയ സജീവനും ബിജുവും അപരാ മന്ദിരത്തിൽ പെൺകുട്ടികളെ കൂട്ടി പോയി. ഇപ്പോൾ 4 പേരും പെരിങ്ങത്തൂരിനടുത്ത് ഒരിക്കലും മന്ദിരത്തിൽ താമസിക്കുകയാണ്. ഇതൊക്കെയാണ് പത്രത്തിലുള്ള റിപ്പോർട്ട്. ഈ കാലഘട്ടം മനസ്സിലാക്കി ജീവിക്കണമെന്ന് ഈ സഹസ്ര എല്ലാവരോടും ഞാൻ ഉപദേശിക്കുകയാണ്. ബഹ്റൈനിൽ പോകുന്നതിനാണ് മോളെ നിന്റെ ഭർത്താവ് ഒരു മനുഷ്യൻ ഈ ചാണുനിറമുള്ള പള്ള കഴിയാൻ ബഹ്റൈനിലും ഗൾഫിലും പോകണ്ട കേട്ടോ. എന്റെ പ്രിയം നിറഞ്ഞ ഭാര്യക്കും മക്കൾക്കുമൊക്കെ ഒരു സുഖജീവിതം കിട്ടണം, മറ്റൊരാളെ ആശ്രയിക്കാൻ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാകണം. ഇത് മനസ്സിലാക്കി മുത്ത് സഹോദരിമാരെ ബഹ്റൈനിലും ദുബായിലും താമസിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയാണ് ഈ പറയുന്നത് കേട്ടോ. ഈ സ്റ്റേജിന്റെ അത്ര വലുപ്പമുള്ള റൂമിൽ 10-12 ആളുണ്ടാകും. ഒരാൾ നീണ്ടു കിടന്നാൽ കാലുകൊണ്ട് മറ്റൊരു വരെ തട്ടിപ്പോകും. ആ നിലക്കൊക്കെ ഇടുങ്ങിയൊതുങ്ങി ജീവിക്കുന്നത് എന്തിനാണ് മുത്തുമോളെ? നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയല്ലേ? ആ സമയം നേരത്തെ മറ്റൊരന്വേഷണവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അതിനും വലിയ അനീതി എന്താണ് മക്കളെ? എന്താണ്? ഇന്നാണ് ചേലക്കാട്ട് എന്ത് സംഭവിച്ചു? ഭർത്താവ് വ്യാഴാഴ്ച വന്നു, വെള്ളിയാഴ്ച പെണ്ണിനെ കാണുന്നില്ല. നാദാപുരം പോലീസ് സ്റ്റേഷനിലും അടുത്തുള്ള സ്ഥലത്തൊക്കെ വിവരം കൊടുത്തു. വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത ലോഡ്ജിൽ ഈ സമതിന്റെ ഭാര്യയും ഒരു കാണാറുണ്ട് മകനും ആത്മഹത്യ ചെയ്തു. ഒരാൾ വിഷം കുടിച്ചു, ഒരാൾ നരമ്പ് മുറിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു നമ്മളെ നിന്റെ മനുഷ്യത്തിന്റെ ധൈര്യത്തിന് വേണ്ടി വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിനെ വിട്ടുകൊണ്ട് ഇതര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിച്ചു കൊടുക്കാനും മരിച്ചു കൊടുക്കാനും എന്റെ മുത്തുമോളെ തയ്യാറാണെങ്കിൽ ഈമാനിന്റെ കമ്മിയല്ലാതെ മറ്റൊന്നും അതിന് പറയാനില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഖുർആനിൽ കൈവച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. അല്ലാഹുവിന്റെ സ്വർഗം പോണോ ആണാവട്ട പെണ്ണാവട്ട അവരുടെ ഫർജിനെ സൂക്ഷിച്ചു കാണണം. ഇനി 2-3 കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് സന്ദർഭോചിതമായി നമുക്ക് സംസാരിക്കാം. നാളെ നോട്ടീസിൽ പറഞ്ഞ വിഷയമാണ് സംസാരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹുവേ, സ്വർഗാവകാശിയായി ജീവിച്ച് മതബോധത്തോടുകൂടി ജീവിച്ച് മൂമിനായി മരിക്കാനുള്ള ഒരു ഭാഗ്യം ഇന്നിവിടെ വന്ന സർവ്വ ആണിനും പെണ്ണിനും നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പരിശുദ്ധ ഖുർആനിൽ ഞങ്ങളോട് നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് ജീവിതം സന്മനസ് എൻ്റെ മുൻപിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും നീ നൽകണേ റഹ്മാനായ തമ്പുരാനെ. ഇന്ന് വരെ ചെയ്തു പോയ സർവ്വതെറ്റുകൾ എന്തു തന്നെയാണെങ്കിലും നിന്റെ മഹതായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങൾക്കെല്ലാവർക്കും പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളോട് വിട പറഞ്ഞ് ഖബറിൽ കിടക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് പൊറുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم.